ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈജിപ്ഷ്യൻ ഡെസേർട്ടായ ഉമ്മുഅലിയാണ്. ഈജിപ്ഷ്യൻ നാഷണൽ ഡെസേർട്ട് കൂടിയാണ് ഉമ്മുഅലി. ഇത് നമുക്ക് ബ്രെഡ് വെച്ചിട്ടും അതേപോലെ പഫ് പേസ്ട്രി ഷീറ്റ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഞാനിപ്പോൾ പഫ് പേസ്ട്രി ഷീറ്റ് തന്നെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്കിത് ബ്രെഡ് വെച്ചിട്ട് അതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കൊക്കെ വെച്ചിട്ട് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം. പക്ഷേ ഏറ്റവും ടേസ്റ്റ് നമ്മളെ ഈ പഫ് പേസ്ട്രി ഷീറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഫ്രോസൺ വാങ്ങിയ ഷീറ്റ്സാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു തണുപ്പൊക്കെ മാറിയതിന് ശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 4 പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു 4 പീസ് എന്ന് പറയുമ്പോൾ 250 ഗ്രാം വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 20 പീസിൻ്റെ ഷീറ്റുള്ളൊരു പാക്കറ്റാണ് ഇതാ വാങ്ങിയത്. അതിന് 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഇതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കണം. ഈ പേസ്ട്രി ഷീറ്റ്സ് ഗോതമ്പിലും അതേപോലെ തന്നെ മൈദയിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് മൈദൻ്റെ തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കാം. എന്നിട്ട് അത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ഷീറ്റ് അതേപോലെ അടിയിൽ പ്ലാസ്റ്റിക് റാപ്പേഴ്സ് ഉണ്ടാവും. ഈ സെപ്പറേറ്റ് ആയിട്ട് ഒട്ടിപ്പിടിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വെക്കുന്നതാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കണം. കാരണം നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അത് പ്ലാസ്റ്റിക് അല്ലേ. അപ്പോൾ അത് മാറ്റിയിട്ട് ഇത് നമുക്കൊരു ബേക്കിംഗ് പാനിലേക്ക് മാറ്റി അതിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഷീറ്റ്സ് വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. നമുക്ക് വേണമെങ്കിൽ എഗ്ഗിൻ്റെ മിക്സ്ചർ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറൊക്കെ കിട്ടും. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഈ ഷീറ്റ്സ് അതേപോലെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ എഗ്ഗോ നമുക്കിതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാനൊരു 200 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഒരു 180 to 200 വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അത്യാവശ്യം ക്രിസ്പിയും ഒരു ഗോൾഡൻ കളറൊക്കെ കിട്ടുന്നവരെ നമുക്കത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ഇതിലേക്ക് ഒഴിക്കുന്ന മിൽക്കിൻ്റെ മിക്സ്ചറാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ആക്കുന്നതിന് മുന്നേ തന്നെ 1 ലിറ്റർ പാൽ എടുത്ത് ഒരു പാനിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യേണ്ട, കാരണം നമ്മൾ ക്രീമും പാലൊക്കെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഗ്യാസ് ഓൺ ചെയ്യേണ്ടത്. അപ്പോൾ 1 ലിറ്റർ പാൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ 1 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ ഹെവി ക്രീമോ ഏത് ക്രീമും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ചൊരു കട്ടിയുണ്ട്. അപ്പോൾ അത് കുറച്ച് തണുപ്പുള്ളതിനെ കൊണ്ടാണ്. നമ്മൾ കുറച്ച് നേരം കൂടി പുറത്ത് വെച്ചിട്ടുള്ള എടുക്കുകയാണെങ്കിൽ ഇത്ര ഒരു കട്ടിയിൽ നിൽക്കില്ല. അപ്പോൾ ഇത് അതിലേക്ക് ഞാൻ പിന്നെ ഒരു 300 ml മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 3 നമുക്ക് ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്യുക. അല്ലെങ്കിൽ ഫ്രഷ് ക്രീമൊക്കെ ഉള്ളതിനെ കൊണ്ട് ചിലപ്പോൾ പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഞാൻ നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫ്രഷ് ക്രീം കുറച്ചൊരു തണുപ്പുള്ളതിനെ കൊണ്ട് ചെറിയ ചെറിയ തരികളുണ്ട്. അത് പാല് ചൂടാകുമ്പോൾ തന്നെ അതൊന്ന് അലിഞ്ഞു കിട്ടിക്കോളും. ഇപ്പോൾ ആ ഒരു ചെറിയ തരി കാണും. പക്ഷേ പ്രശ്നമില്ല. അത് നമ്മൾ പാല് ചൂടാക്കി എടുക്കുന്ന സമയത്ത് അത് അതിലേക്ക് മെൽറ്റായി പോയിക്കോളും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഗ്യാസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഈ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചെറിയ ചെറിയ തരികൾ കണ്ടില്ല, ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു തണുപ്പ് മാറാത്തതിൻ്റെ ആ ഒരു തരികളാണ്. അതിപ്പോൾ ഈ പാല് ചൂടാവുന്നതിന് കൂടുതൽ അത് മെൽറ്റ് ആയിക്കോളും. നല്ലോണം അടി പിടിക്കാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ 300 ml മിൽക്ക് മെയ്ഡ് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ഈ ഒരു റെസിപ്പിക്ക് കറക്റ്റ് മധുരമാണ്. ഓവറും ഇല്ല എന്നാൽ കുറവും ഇല്ലാത്തൊരു മധുരമാണ്. അപ്പോൾ ഇതാ പാല് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ ആ തരികളൊക്കെ പോയി ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പാലൊന്ന് തിളച്ച് കിട്ടുന്നവരെ മാത്രം ഇതൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ അടിയിൽ പിടിക്കാണ്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വാനില എസൻസോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ പാല് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇത്രയും മതി. നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചൂട് തണിയൊന്നും വേണ്ട. നമുക്കിത് ഇപ്പം തന്നെ നമ്മൾ പഫിൻ്റെ പേസ്ട്രി ഷീറ്റ്സ് ബേക്കായിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെ നമുക്കിപ്പോൾ തന്നെ സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ അതല്ല, അത് ബേക്കാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇതാ ഒരു 1.5 ലിറ്ററിൻ്റെ ബേക്കിംഗ് ഡിഷ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയായ പഫ് പേസ്ട്രി ഷീറ്റ്സ് ഇതിലേക്ക് പൊട്ടിച്ചിടുക. നല്ല ക്രിസ്പി ആൻഡ് ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ട് അത്യാവശ്യം ചെറുതും വലുതായിട്ടുള്ള പീസുകളിൽ നമുക്കിതിലേക്ക് മുറിച്ചിടാം. നല്ല ചൂടുണ്ട്. നമുക്ക് ചൂടോടെ തന്നെ നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ ഉമ്മലി നമ്മൾ നോർമൽ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബേക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ആ മുകളിൽ ആ കളറൊക്കെ മാറി വരിക. അപ്പോൾ ആ ഒരു ഭംഗി കിട്ടാൻ ഓവനിൽ ബേക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതാ ഫുൾ ഞാൻ പീസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയത് കുറച്ച് നട്ട്സാണ്. ഞാനിപ്പം കുറച്ച് പിസ്താഷ്യൂസും അതേപോലെ ആൽമണ്ട്സും എടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിലുള്ള ഏത് നട്ട്സും യൂസ് ചെയ്യുക, ഏത് ഡ്രൈ ഫ്രൂട്ട്സും യൂസ് ചെയ്യുക. ഞാൻ അതേപോലെ തന്നെ റേസിൻസ് ഒന്നും എടുത്തിട്ടില്ല, മുന്തിരില്ല അതൊന്നും എടുത്തിട്ടില്ല, കാഷ്യൂസും എടുത്തിട്ടില്ല. ഞാൻ പിസ്താഷ്യൂസും അതേപോലെ ബദാമും മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്ന് വെതറി കൊടുക്കുക. പിസ്താഷ്യൂസ് ഇതിന് മസ്റ്റാണ് കേട്ടോ. ഈ ഒരു റെസിപ്പിക്ക് പിസ്ത എന്തായാലും ഇടാൻ വേണ്ടി നോക്കുക. ബാക്കിയൊക്കെ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കണം. ഡ്രൈ കോക്കനട്ട് ഇല്ലേ, ആ ഒരു കോക്കനട്ടിൻ്റെത് ഞാൻ ഇതിലേക്ക് കുറച്ചൊന്ന് വെതറി കൊടുക്കുന്നുണ്ട്. ഒരു 4 to 5 ടേബിൾ സ്പൂൺ മതി. അത്രയും ആയതിനു ശേഷം നമ്മൾ നേരത്തെ മിൽക്ക് ഉണ്ടാക്കി വെച്ചില്ലേ, ആ ഒരു മിക്സർ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. നേരെ ഒരു ചൂടുണ്ട്, ആ ചൂടോടൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിലും മതി. നമ്മൾ ആ ബേക്ക് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫ്രഷ് ക്രീം കാണുമ്പോൾ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ സെൻറ്ററിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. 2-3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം അതേപോലെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ചും കൂടി പിസ്ത ഇതിൻ്റെ മുകളിലൊന്ന് വെതറി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ഓവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഈ പാലിൽ ഈ ഒരു പഫിൻ്റെ പേസ്ട്രി ഷീറ്റ്സൊക്കെ കുതിർന്നിട്ട് ഇതൊരു പുഡിംഗ് ടൈപ്പിലായിട്ട് വരും. അങ്ങനെയാണ് ഈ ഒരു ഉമ്മയിൽ കഴിക്കേണ്ടത്. അപ്പോൾ അതാ ഞാൻ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഉമ്മലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത സമയത്ത് നമുക്ക് സിനമൺ പൗഡർ, അതായത് പട്ട പൊടിച്ചതുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറാണ് ഉമ്മലിക്ക് അത് ആഡ് ചെയ്ത് കൊടുത്താൽ. ഞാനതില്ലാത്തതിനെ കൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിത് ചൂടോടൊക്കെ തന്നെ സെർവ് ചെയ്യുക. ചൂടോടൊക്കെയാണ് നോർമലി ഉമ്മലി സെർവ് ചെയ്യൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പേസ്ട്രി ഷീറ്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് ബ്രെഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാം. ചൂടോടൊക്കെ തന്നെ നമുക്ക് ഈ ബിരിയാണിക്കൊക്കെ ശേഷവും അതുപോലെ ആ ഒരു ഫുഡൊക്കെ കഴിച്ചായിട്ട് ഒരു മധുരത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാനും അതേപോലെ പാർട്ടീസിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ട് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.